മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫിനെ വയ്ക്കാം. പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ, അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർ, പേഴ്സണൽ അസിസ്റ്റൻറ്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, പ്യൂണന്മാർ, അറ്റൻഡർമാർ, ഡ്രൈവർമാർ, ഇങ്ങനെ കുറച്ച് ആളുകൾ 25 സ്റ്റാഫിനെ പറ്റുമാണ് വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ അവരുടെ വീടും ഉണ്ടല്ലോ, മന്ത്രിമാരെ വീടുകളൊക്കെ ഉണ്ട്. MLA-മാർക്ക് ഒരാളെ വെക്കാം. ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പണ്ട് കാലത്ത് ഇത് ഒരു അട്രാക്റ്റീവ് പോസ്റ്റ് ഒന്നും ആയിരുന്നില്ല. കാരണം ഒന്ന്, ശമ്പളം വളരെ കുറവാണ്, മാടുപോലത്തെ ജോലിയുണ്ട്, മന്ത്രി വരുന്നതും പോകുന്നതനുസരിച്ച് നിൽക്കണം, ഞായറാഴ്ചയാലും ശനിയാഴ്ചയാലും മന്ത്രിയുടെ സമയം അനുസരിച്ച് നിൽക്കണം. രണ്ടാമത് ശമ്പളം കുറവാണ്. മൂന്നാമത് പെൻഷനൊന്നും ഇല്ലായിരുന്നു. ആ കാലത്ത് വലിയ വിവാദമായിരുന്നു, നിങ്ങളും ഇല്ലായിരുന്നു. കൂടുതലും സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ആയവരും സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ജോലിയുള്ളവരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന പാർട്ടിക്കാരായിട്ടുള്ളവർ ഡെപ്യൂട്ടേഷനിലും അല്ലാതെയൊക്കെ വന്നിരുന്നത്. കൂടുതലും ഈ റിട്ടയർ ആയവരൊക്കെയാണ് കൂടുതലും വന്നിരുന്നത്, അങ്ങ് പോകുമായിരുന്നു. പക്ഷെ കാലം മാറി. പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ ഒരു പ്രസ്റ്റീജ് പോസ്റ്റായി. പലർക്കും വാഹനം, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് വരെ വാഹനം ഉപയോഗിക്കാൻ പറ്റും. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ വിളിച്ചെങ്കിലും വാഹനം ഉപയോഗിക്കാൻ പറ്റും. 2 വർഷമായപ്പോൾ പെൻഷനായി. ഇപ്പോൾ 3 വർഷം ആക്കിയത്, എന്നാലും പെൻഷനുണ്ട്. അപ്പോൾ കുറച്ചൊരു അട്രാക്റ്റീവ് പോസ്റ്റായി. അതോടുകൂടി അതിനകത്ത് വിവാദങ്ങളും തർക്കങ്ങളുമായി. ഇപ്പം തന്നെ പല പാർട്ടികളിലും പറയുന്നത് ഇതിനകത്തുള്ളൊരു പ്രശ്നം, ഈ ഒരു ഫോർമുല കൊണ്ടുവരേണ്ട സമയമായി. ഡെപ്യൂട്ടേഷൻ എത്ര, പക്ഷേ എന്തൊരു കണക്കുണ്ടെന്ന് തോന്നുന്നു, എന്തോ കണക്കുണ്ട്. പക്ഷേ ഡെപ്യൂട്ടേഷൻ എത്ര ശതമാനം വേണം, സർക്കാരിൽ നിന്ന് തന്നെ വേണം, ബാക്കി കരാർ അടിസ്ഥാനത്തിൽ വയ്ക്കാം. എന്നാൽ ഇതിൻ്റെ ഇടയിലാണ് ഈ തർക്കങ്ങളും വിവാദങ്ങളും. ഇപ്പോൾ 2-3 തർക്കങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, കെ മുരളീധരൻ്റെ കൂടെയുള്ള 2 പേഴ്സണൽ സ്റ്റാഫ് രാജിവെച്ചു. അപ്പോൾ 10 to 5 ഉള്ള പരിപാടി പേഴ്സണൽ സ്റ്റാഫിൽ നടക്കത്തില്ല. പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവരിപ്പോൾ രാത്രിയൊക്കെ ഒരുപാട് സമയം സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ റൗണ്ട് ദ ക്ലോക്ക് ആയിരുന്നു, 24 hours സെക്രട്ടേറിയറ്റ് പ്രവർത്തിപ്പിക്കുമായിരുന്നു. രാത്രി 11 മണി 12 മണിക്കൊക്കെ ഉമ്മൻചാണ്ടി ഓഫീസിൽ വരുമായിരുന്നു. ദൂരെയൊക്കെ പോയിട്ട് വരും, എപ്പോഴെങ്കിലുമൊക്കെയാണ് പോകുന്നത്. പാതിരാത്രിയൊക്കെ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ജോലി ചെയ്ത ആളാണ് ഉമ്മൻചാണ്ടി. ഇപ്പോൾ പല മന്ത്രിമാരും അതിന് ശ്രമിക്കുന്നുണ്ട്. കെ മുരളീധരൻ ഒരുപാട് സമയം ലേറ്റായിട്ടാണ് പോകുന്നത്. പല മന്ത്രിമാരും രാത്രി 9 മണി 10 മണിയായിട്ടൊക്കെയാണ് വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവിടെയും വിസിറ്റേഴ്സൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ രാവിലെ മുതൽ ഒരു 7 മണി മുതൽ വിസിറ്റേഴ്സ് വന്നു തുടങ്ങും. രാത്രി 10-11 മണി വരെ അവർക്ക് എൻഗേജ്ഡാണ് മന്ത്രിമാർ. ഒന്നുകിൽ വിസിറ്റേഴ്സ് കാണും, വീട്ടിലായാലും അവർ താമസിക്കുന്ന സ്ഥലത്തായാലും, പിന്നെ അതുപോലെ തന്നെ അവരുടെ മന്ത്രി ഓഫീസിലായാലും. ഇതിനിടയിലാണ് 3 മണി മുതൽ ധാരാളം വിസിറ്റേഴ്സിനെ കാണുന്ന പരിപാടി. പണ്ടായിരുന്നു, പിന്നെ പിണറായിയുടെ കാലത്താണ് അങ്ങനെ ആരും സെക്രട്ടേറിയറ്റ് കയറത്തുമില്ലായിരുന്നു. 4 സൈഡും തോക്കുമൊക്കെ വെച്ച് ആളുകൾ നിൽക്കും. ഒരു കാരണവശാലും മറ്റേ ഈദി അമീൻ്റെ കോട്ട പോലെ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകത്തില്ലായിരുന്നു, പോകാൻ പ്രയാസമായിരുന്നു. പിണറായിയുടെ കാലത്താണ് ഈ അവിടുത്തെ എല്ലാ ഗേറ്റിലും മറ്റേ സെക്യൂരിറ്റി, എയർപോർട്ടിലൊക്കെ വയ്ക്കുമ്പോഴത്തെ സെക്യൂരിറ്റി ചെക്ക് ഗേറ്റൊക്കെ വെച്ചത്. അതിനുമ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല. സെക്രട്ടറിയിൽ ആർക്കും വേണം പോകാം, എല്ലാവർക്കും വളരെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ. പിണറായിയുടെ കാലത്താണ് ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ വെച്ചത്, കാരണം അദ്ദേഹം വലിയ രാജാവായിരുന്നല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് ആർക്കും വേണ്ട. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭീഷണി കൊണ്ട് ഇപ്പോഴും വേണമല്ലോ, ഇപ്പോഴും ഈ സർട്ടി കാറ്റഗറിയൊക്കെ കൊടുക്കേണ്ടതല്ലേ. ഒന്നുമല്ല, അത് ചുമ്മാ അതൊരു അഹങ്കാരത്തിൻ്റെയും ഈഗോയുടെയും ഭാഗമായി ചെയ്തിരുന്നതാണ്. ആവശ്യമില്ലാത്ത പണവും മുടക്കി ഒരു കാര്യമില്ല. ഇപ്പോൾ അതുവഴി ആളുകൾ നടന്നു പോകണം, അല്ല അവിടെ വല്ല കാര്യമുണ്ടോ? സെക്യൂരിറ്റിക്കാരും ഉണ്ട് അവിടെ, പിന്നെ ആര് പൊളിച്ചെടുക്കാനാ? അത് പോട്ടെ. എന്തായാലും പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവർ 2 പേർ രാജിവെച്ചു, കെ മുരളീധരൻ്റെ കൂടെയുള്ളവർ. അപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു വലിയ കാര്യമാണ്. പേഴ്സണൽ സ്റ്റാഫ് വരും, പോകും, മരിച്ചു പോകും, ട്രാൻസ്ഫർ ആവും, പോസ്റ്റ് വേണം. പിന്നെ ചിലർക്ക് വന്നതിന് ശേഷം പ്രൊമോഷൻ കിട്ടും. ഡെപ്യൂട്ടേഷൻ വന്നവർക്കാണെങ്കിൽ പ്രൊമോഷൻ കിട്ടും, ചിലപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇത് വന്നും പോയി നിൽക്കുന്നൊരു പോസ്റ്റാണ്, ഒരു കാര്യമില്ല. പിന്നെ MSFകാരൊരു പരാതി പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്കാരുമായിട്ട് ആലോചിക്കാതെ ഇഷ്ടപ്പെട്ടവരെയൊക്കെ തിരികെ കയറ്റുന്നു, കുത്തിക്കയറ്റുന്നു എന്നൊക്കെ പരാതി വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതൊരു അട്രാക്റ്റീവ് പോസ്റ്റ് ആയിട്ടുണ്ട്. അതനുസരിച്ചുള്ള വിവാദങ്ങളും തർക്കങ്ങളുമുണ്ട്. പക്ഷെ പുറത്ത് നിൽക്കുന്ന പലരും വിചാരിക്കുന്നത് ഇതിനകത്ത് കയറിപ്പറ്റിയാൽ ഭയങ്കര സുഖമാണെന്നാണ്. പക്ഷെ അത്ര സുഖമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ല ജോലിയുണ്ട്. പിന്നെ മന്ത്രിയുടെ വരവും പോക്കും അനുസരിച്ച് അതിൻ്റെ ഒരു താളമാണ് നമ്മുടെ താളം. ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ ശനിയാണോ രാത്രിയാണോ പകലാണോ എന്നൊന്നുമില്ല. മിനിസ്റ്റർ വരുന്നതനുസരിച്ച് അവിടെ നിൽക്കേണ്ടി വരും. നോട്ടടിക്കുന്ന ഇപ്പോൾ DTPയിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ വലിയ പണിയാണ്. എല്ലാവരും DTP അല്ല, PSO ഒക്കെ ഫയലുകളെല്ലാം നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ അപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫയൽ നോക്കുന്നത്, ചിലപ്പോൾ വെളുപ്പാങ്കാലത്തായിരിക്കും ഫയൽ നോക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ ഒരു വിഷയമാണ് ഇതിനകത്ത് വന്ന് കിടക്കുന്നത്. എന്തായാലും പേഴ്സണൽ സ്റ്റാഫ് ചെറിയൊരു വിവാദമായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് KC ജോസഫ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന പിന്നെ സണ്ണി ജോസഫ് അവർ അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ വെച്ചു എന്ന് പറഞ്ഞൊരു ചെറിയൊരു വിവാദം വന്നു. പിന്നെ ഇപ്പോൾ കെ മുരളീധരൻ്റെ 2 സ്റ്റാഫ് രാജിവെച്ചതൊരു വിവാദം വന്നു. ഇതെല്ലാം നമ്മൾ വിവാദമാക്കുകയാണ്.
ഒരു കാര്യമില്ല. പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ വിവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അത് പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാവും. ഒരു 10 പോസ്റ്റ് ഉണ്ടെങ്കിൽ 1000 പേര് അപേക്ഷ കൊടുക്കും. ചിലപ്പോൾ പറ്റുന്ന ആളുകളെ വെക്കാൻ പറ്റും. എങ്ങനെയായാലും 25 പേർക്ക് അപ്പുറം വെക്കാൻ പറ്റത്തില്ല. അതിനകത്തൊരു PR വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ ഒരു പബ്ലിക് റിലേഷൻ ചെയ്യാൻ പറ്റുന്ന ആൾ കാണും. ഒരു എഴുത്തും വായനയും കാര്യങ്ങളും പ്രസ് നോട്ടൊക്കെ കൊടുക്കണമല്ലോ മന്ത്രിക്ക്. അപ്പോൾ അതിനുള്ള ഒരാൾ കാണും. പിന്നെ ഇങ്ങനെ പിന്നെ പരമ്പരാഗതമായി, വേറെ തമാശ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി മന്ത്രിമാരെ കൂടെ നിന്ന് പരിചയമുള്ളവർ കാണും, പുതിയ ആളുകൾ കാണും, ടെക്നിക്കൽ എക്സ്പെർട്ടുകളെ ചില മന്ത്രിമാരാണെങ്കിൽ അവരെ കൂടെ ടെക്നിക്കൽ എക്സ്പെർട്ടുകളെയും APSമാരായിട്ടൊക്കെ വയ്ക്കും, സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടൊക്കെ വയ്ക്കും, വക്കീലന്മാരെ വയ്ക്കും. ഇങ്ങനെ പല രൂപത്തിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഇതൊരു തർക്ക മേഖലയാണ്. ഷിബു ബേബിജോണിൻ്റെ ഒരു APSനെ വച്ചിരിക്കുന്നത് തർക്കം വന്നിട്ടുണ്ട്. അദ്ദേഹം അടക്കമുള്ള മൃഗങ്ങളുടെ വിരുദ്ധനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദമായിട്ടുണ്ട്. അപ്പോൾ ചെറിയ തർക്കങ്ങൾ ഈ ഗവൺമെൻറ്റിലും പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനത്തിൽ കേൾക്കുന്നു. എന്തായാലും പക്ഷേ അത് പാർട്ടിയുമായിട്ട് ആലോചിച്ച് ചെയ്യണമെന്നൊക്കെയാണ് വയ്പ്പ്. പക്ഷേ അത് പലപ്പോഴും പ്രായോഗികമായി നടക്കാറില്ല. അല്ലാതെ ഒരുപാട് കണ്ടീഷൻസൊക്കെ നോക്കി, വ്യവസ്ഥകളും ഒരുപാട് സാഹചര്യമൊക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും പേഴ്സണൽ സ്റ്റാഫിൽ ആളെ വെക്കുന്നത്. അതുകൊണ്ട് അതിനകത്തൊരു പരാതിക്കൊരു സ്കോപ്പില്ല. പക്ഷേ ഇപ്പോൾ 3 മന്ത്രിമാരുടെ വിഷയത്തിൽ വിവാദം വന്നിട്ടുണ്ട്. അത് നമ്മൾ ആവശ്യമില്ലാത്തൊരു അനാവശ്യ വിവാദമാണ്.